Hello everyone, welcome again to English Wow. This is Nishad here. ഒരു സ്പീക്കിംഗ് പ്രാക്ടീസാണ്. നമ്മുടെ ലൈഫിൽ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ സംസാരിക്കാൻ പോകുന്ന തരത്തിലുള്ള സന്ദർഭങ്ങൾ. അപ്പോൾ ആ സന്ദർഭങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ട 3 രീതിയിലുള്ള സെൻറ്റൻസുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 3 സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തേത്, നമ്മൾ ഒരാൾ പറഞ്ഞ കാര്യത്തോട് നമ്മൾ യോജിക്കുകയാണ്. അപ്പോൾ നമ്മൾ യോജിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും മലയാളത്തിൽ പറയാം, നീ പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിപ്പാണ്, എനിക്കും അതേ അഭിപ്രായമാണുള്ളത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മനോഹരമാക്കിയിട്ട് എങ്ങനെയാണ് അതിനെ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, നമ്മളൊരാൾ പറഞ്ഞ കാര്യത്തോട് നമുക്ക് വിയോജിക്കേണ്ടി വരാറുണ്ട്. എപ്പോഴും നമുക്ക് യോജിപ്പല്ല ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മനോഹരമായിട്ട് നമ്മൾ അതിനോട് ഡിസഗ്രി ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, നമുക്ക് എപ്പോഴും പറയുന്ന കാര്യം അറിയില്ല, അത് ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 കോണ്ടെക്സ്റ്റുകളാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനെ ഓരോ സെൻറ്റൻസുകൾ ഞാനിവിടെ പറയാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് കേട്ടോ. ആദ്യത്തേത് നമുക്ക് യോജിക്കേണ്ടതാണ്, രണ്ടാമത്തേത് വിയോജിക്കേണ്ടതാണ്, മൂന്നാമത്തേത് നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ആദ്യം, ഇപ്പോൾ നിങ്ങളൊരാളോട് നിങ്ങൾക്ക് യോജിപ്പാണ് എന്ന് കരുതുക, അതായത് നിങ്ങൾ അതിൽ പറഞ്ഞ കാര്യത്തോട് അഗ്രി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പറയേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: Yes, you are absolutely right. I agree with you. Yes, you are absolutely right. I agree with you. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അതിനോട് യോജിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അതൊന്ന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ പറയും. ഓക്കെ. ഇനി രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാം, അത് ശരിയല്ല എന്നറിയാം. അപ്പോൾ നിങ്ങൾ അതിനോട് വിയോജിക്കുകയാണ്. വിയോജിക്കേണ്ടത് എങ്ങനെയാണ്? ഐ എം സോറി, ഐ കനോട്ട് അഗ്രി വിത്ത് യു ഓൺ ദിസ്. സോറി, അതായത് ക്ഷമിക്കണം, ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് യോജിക്കാൻ കഴിയില്ല. ഐ എം സോറി, ഐ കനോട്ട് അഗ്രി വിത്ത് യു ഓൺ ദിസ് എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം പറയാം. അത് നോട്ട് വെച്ചിട്ടോ നോട്ട് ചേർക്കാതെയോ നിങ്ങൾക്ക് പറയാം കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റാണ് പറയേണ്ടത്. അതിൻ്റെ മോഡൽ ഞാനിവിടെ പറയാം. ഇനി മൂന്നാമത്തേത്, പറഞ്ഞ കാര്യം നിങ്ങൾക്കത് അറിയില്ല, അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. എങ്ങനെയാണ് പറയുക? ഐ എം സോറി, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്. അത് സത്യമാണോ അല്ലേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ 3 രീതിയിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക. ഓക്കെ. സോ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. വാട്ട് ഡു യു തിങ്ക്? ഹൗ ക്യാൻ യു സ്പീക്ക്? യെസ്, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. I agree with you. India is a democratic country. Yes, you are absolutely right. I agree with you. India is a democratic country. ഈ രൂപത്തിലാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? എന്നൊരു പറയാം. Yes, you are absolutely right. I agree with you. India is a democratic country. My next sentence. All people are bad. All people are bad. എല്ലാ ആൾക്കാരും മോശമാണ്. What do you think? Am I right or not? I'm sorry, I cannot agree with you on this. All people are not bad. I'm sorry, I cannot agree with you on this. All people are not bad. എല്ലാ ആളുകളും ബാഡ് അല്ല, ചീത്തയല്ല. My next sentence. He cheated others. He cheated others, right? What do you think? He cheated others. അപ്പോൾ മറ്റുള്ളവരെ ചീറ്റ് ചെയ്തു അല്ലേ? I'm sorry, I don't know whether it is right or not. I'm sorry, I don't know whether it is right or not. നിങ്ങൾക്ക് അറിയില്ലത്. അപ്പോൾ നിങ്ങൾ അറിയില്ല എന്നുള്ളത് ഇങ്ങനെയാണ് പറയേണ്ടത്. ഐ എം സോറി, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ നോട്ട്. സത്യമാണോ നുണയാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. മനസ്സിലായല്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസുകൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇഫ് വി വർക്ക് ഹാർഡ് വി വിൽ സക്സീഡ്. ഇഫ് വി വർക്ക് ഹാർഡ് വി വിൽ സക്സീഡ്. നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും. വാട്ട് ഡു യു തിങ്ക്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? യെസ്, യെസ്, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ഐ അഗ്രി വിത്ത് യു. ഇഫ് വി വർക്ക് ഹാർഡ് വി വിൽ സക്സീഡ്. യെസ്, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ഐ അഗ്രി വിത്ത് യു. ഇഫ് വി വർക്ക് ഹാർഡ് വി വിൽ സക്സീഡ്. ഐ തിങ്ക് English is not important nowadays. I think English is not important nowadays. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഇന്നത്തെ കാലത്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളതാണ്.
I'm sorry, I cannot agree with you on this. I think English is important nowadays. I'm sorry, I cannot agree with you on this. I think English is important nowadays. They are always late, right? They are always late. What do you think? Am I right or not? I'm sorry, I don't know whether it is true or not. I'm sorry, I don't know whether it is right or not. Helping others is a good virtue. Helping others is a good virtue. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നല്ലൊരു ഗുണമാണ് അല്ലേ? What do you think? Yes, you're absolutely right. I agree with you. Helping others is a good virtue. Yes, you are absolutely right. Helping others is a good virtue. Nowadays, nobody uses mobile phones. Am I right or wrong? I'm sorry, I cannot agree with you on this. Nowadays, everybody uses mobile phones. I'm sorry, I cannot agree with you on this. Nowadays, everybody uses mobile phones. They are in love, right? They are in love. What do you think? I'm sorry, I don't know whether it is right or not. I'm sorry, I don't know whether it is right or not. We should always be positive. What's your opinion? We should always be positive. Yes, you are absolutely right. I agree with you. We should always be positive. Yes, you are absolutely right. I agree with you. We should always be positive. I think Indians are not working abroad. I think Indians are not working abroad. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻസ് പുറത്ത് ജോലി ചെയ്യുന്നില്ല, പുറം രാജ്യങ്ങളിലൊന്നും ജോലി ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. What do you think? I'm sorry, I cannot agree with you on this. Indians are working abroad. Indians are working abroad. I'm sorry, I cannot agree with you on this. Indians are working abroad. This answer is correct, right? This answer is correct, right? I'm sorry, I don't know whether it is true or not. I'm sorry, I don't know whether it is correct or not. Many people are addicted to social media. Many people are addicted to social media. What do you think? Yes, you are absolutely right. I agree with you. Many people are addicted to social media. Yes, you are absolutely right. I agree with you. Many people are addicted to social media. Social media is full of negatives. Social media is full of negatives. Social media മുഴുവൻ negatives ആണ്, right? I'm sorry, I cannot agree with you on this. Social media is not full of negatives. I'm sorry, I cannot agree with you on this. Social media is not full of negatives. They got divorced. They got divorced, right? What do you think? I'm sorry, I don't know whether it is right or not. I'm sorry, I don't know whether it is right or not. That's all. I hope you have found this video interesting. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങൾ കടന്നു വരും. ആ സാഹചര്യങ്ങൾ ഒന്ന് സംസാരിച്ച് നോക്കുക. ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഫിഡൻസ് കൂടും, നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. ഇതുപോലെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്പീക്കിംഗ് പ്രാക്ടീസുകളിലൂടെയാണ് ട്രെയിനേഴ്സ് നിങ്ങളെ സംസാരിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ ലെവൽ, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് എത്ര തന്നെ ആയിക്കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള കോഴ്സുകൾ നമുക്കുണ്ട്. ഇതെല്ലാം സ്പീക്കിംഗ് പ്രാക്ടീസുകളിലൂടെയാണ്, അതായത് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഭാഷ ഫ്ലുവൻ്റ് ആക്കാൻ പരിശീലിപ്പിക്കുന്ന കോഴ്സുകളാണ്. സോ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. I will see you soon with another good topic. Till then, bye bye.